ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് 2 തരം ക്ലീനിങ് സ്റ്റാഫുകളെയാണ്. ഒന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെയും 2 പ്രൈവറ്റ് ഹോസ്പിറ്റലിലെയും. നമുക്ക് നോക്കാം കേട്ടോ. മോളെ മോളെ ബാഗ് മാറ്റി വെക്കോടാ. ഒന്ന് മാറ്റി വെക്കോ. ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വെച്ചോളാം കേട്ടോ. ഞാൻ വെച്ചോളാം, കുഴപ്പമില്ല മോളെ. അയ്യോ, എൻ്റെ അസുഖമൊക്കെ കുറവുണ്ടോ? ഇങ്ങനെയുണ്ട് വന്നിട്ട്? ശരി ശരി കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചോ? എൻ്റെ കൂട്ടുള്ള ആളെ കണ്ടില്ലല്ലോ. പുറത്ത് പോയി. എന്തെങ്കിലും ആവശ്യമുണ്ടോ മക്കളെ? ഇല്ലല്ലേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ബെല്ലടിച്ചാൽ മതി കേട്ടോ. അന്നേരം ആൾ വരും, ചെയ്തു തരും കേട്ടോ. ശരി എന്നാൽ. ഇത് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കാണാൻ പറ്റുന്ന സ്റ്റാഫുകളാട്ടോ. ഇനി നമുക്ക് നമ്മുടെ മെഡിക്കൽ കോളേജ് പോലെയുള്ള ഹോസ്പിറ്റലിലേക്ക് പോകാം. അവിടുത്തെ സ്റ്റാഫിനൊക്കെ ഡോക്ടറെക്കാളും പവറാ. കാണണോ? കാണിച്ചു തരാവേ, നോക്കണം. ബാഗൊക്കെ ഇവിടെ കൊണ്ട് വെക്കാൻ നമുക്ക് മാറ്റി കൊണ്ട് വെക്കാവുന്ന. തോടത്തോടെ വരുന്ന കാണാൻ പാടില്ല. എല്ലാ സാധനങ്ങളും കൊണ്ട് മാറ്റി വെക്കണം. പറഞ്ഞാൽ കേൾക്കുമല്ലോ. ബാത്റൂമിൽ പോകുന്ന കൊള്ളാം. ബാത്റൂമിൽ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ സേവ് അങ്ങോട്ട് തുടച്ചങ്ങോട്ടിരുന്നതിന് മുന്നേ അങ്ങോട്ട് ബാത്റൂമിൽ കയറി അങ്ങ് മനുഷ്യൻ അങ്ങോട്ട് തുടക്കണ്ട കാര്യം ചെയ്തത്. അന്നേരം തന്നെയാണ് കോളുമാർ. കൂട്ടിരിപ്പുകാരൊക്കെ അങ്ങോട്ടോ ഇറങ്ങി നിന്നോണം. അങ്ങോട്ട് തൂത്തുവാരിക്ക് തുടക്കുന്നുണ്ടെങ്കിൽ കൂട്ടിരിപ്പുകാർ വന്നിട്ട് കുറേ എണ്ണങ്ങളൊക്കെ വീട്ടിലുള്ളവർ നാട്ടിലുള്ളവരെ മൊത്തം കിടന്നുണ്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇവിടെ കിടന്നിട്ട് ഇവിടെ കിടന്നോ? അതിൽ ചവിട്ടരുത്, താഴെ ഇറങ്ങരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എടിയേ കണ്ടോ? ഓരോരുത്തർ വന്നിരിക്കുക. കട്ടിൽ നിറച്ച് വീട്ടിൽ നിന്ന് ആൾക്കാർ മൊത്തം. ഇനി നാട്ടിൽ വേറെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. കുറേ എണ്ണം അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. രോഗിയാണ്. സാധാരണ ആശുപത്രി രോഗികളുടെ അടുത്ത് ഒരാളില്ല. ഇത് നാട്ടിലുള്ളവരും വീട്ടിലുള്ളവരും കുടുംബത്തുള്ളവരും മൊത്തം അങ്ങോട്ട് കയറി അങ്ങോട്ട് വന്നോളും. ഇനി ആരും ഇല്ലായിരുന്നോ പഞ്ചായത്തിലും? ബാത്റൂമിൽ കയറി അവിടെ മൊത്തം ചവിട്ടി ശരിയാക്കി. ആ പാത്രം കഴിഞ്ഞത് സിങ്കിൻ്റെ അകത്തൊക്കെ വേസ്റ്റ് ഒന്നും ഇട്ടേക്കല്ലോ. അവിടെയെല്ലാം മാറ്റിയിട്ടോണം. അത് കേട്ടോ, അവിടെയെല്ലാം ഇട്ടോണം. നിങ്ങളിങ്ങനെ തുടങ്ങരുത്. ശരി. ഇത് ആണ് നമ്മുടെ സർക്കാർ ആശുപത്രിയിലെ അവസ്ഥ. ഇതിനൊരു പരിഹാരം. ഈ ഡോക്ടർമാരില്ല, നേഴ്സുമാർ, ഇങ്ങനെയുള്ള എല്ലാം നമ്മൾ നോക്കുന്നുണ്ടല്ലോ. ഈ ക്ലീനിങ് സ്റ്റാഫുകളെ ഒന്ന് നേരെയാക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ? ഇല്ലെന്നറിയാം, എന്നാലും ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ.